ഇന്നത്തെ റെസിപ്പി കാന്താരി അച്ചാറാണ്. ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂണ് ഉലുവ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ച് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയുടെ കളർ ഇതുപോലെ ഒന്ന് ആയി വന്നാൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് ഇതിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുളക് ഒരു 2 മിനിറ്റോളം ലോ ടു മീഡിയം ഫ്ലെയിമിന് ഇടയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ച മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും മുളകിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടാവും. അത്രയും ആയി കഴിഞ്ഞാൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് അച്ചാറുപൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. പിന്നെ മുളകിൻ്റെ കളറൊക്കെ ഒന്നുകൂടെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി മുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.